മഹി, എന്താ ഇവിടുത്തെ ബിയറിലൊക്കെ പുണ്യാളന്മാരുടെ ഒക്കെ ഫോട്ടോ? ഇത് പുണ്യാളൻ്റെ ഫോട്ടോ അല്ല, ഇതൊരു മോങ്ക് അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ ഫോട്ടോ ആണ്. കാരണം ജർമ്മനിയിലെ പല പ്രമുഖ ബിയർ ബ്രാൻഡ്സിനും മൊണാസ്ട്രീസും മഠങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ഇവിടുത്തെ മൊണാസ്ട്രീസ് പണ്ട് മുതലേ വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു. കൃഷി, ഫാർമസി, ബേക്കിംഗ്, ബ്രൂവറി ഇതൊക്കെ മൊണാസ്ട്രീസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കൃഷി കൂടെ ആകുമ്പോൾ ഗ്രെയിൻസും ബാർലി, ഹോപ്സൊക്കെ കിട്ടാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു പ്രമുഖ മൊണാസ്ട്രിയായ ആൻഡെക്സ്, മ്യൂണിക്കിനടുത്തുള്ള ഒരു മൊണാസ്ട്രിയാണ്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് അവർക്ക് ബ്രെഡ് ബേക്കിംഗ് പോലെ ഒരു ദൈനംദിന ആക്ടിവിറ്റി ആയിരുന്നു ബ്രൂവിങ് അല്ലെങ്കിൽ ബിയർ ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് കണ്ടോ, ഫ്രാൻസിസ്കാനർ ബിയർ. ഇത് ഫ്രാൻസിസ്കാനർ മൊണാസ്ട്രി ബ്രൂ ചെയ്തിരുന്ന ബിയറാണ് ഫ്രാൻസിസ്കാനർ ബിയറായിട്ട് ഇപ്പോൾ ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. മ്യൂണിക്കിൽ അല്ലെങ്കിൽ ജർമ്മനിയിലെ ഒരു ക്ലാസിക് വീറ്റ് ബിയർ ബ്രാൻഡാണ്. വീറ്റ് ബിയർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ബിയർ ബ്രാൻഡാണ്. ഏകദേശം 1600-കളിലാണ് ഇവർ ബ്രൂവിങ് തുടങ്ങിയത്. അതുപോലെ മറ്റൊരു പ്രമുഖ മൊണാസ്ട്രിയുടെ ബിയറാണ് പൗലാന. അതായത് നോയ്ഡക്ക് എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി 1634 അവരിവിടെ തന്നെ എഴുതിയിട്ടുണ്ട് തുടങ്ങിയതാണ് ബ്രൂവിങ്. അവരുടെ ഒരു ബ്രാൻഡാണ് പൗലാനർ. ഇതുപോലെ തന്നെ വളരെ പോപ്പുലറായ മറ്റൊരു ബ്രാൻഡാണ് ഓഗസ്റ്റീനർ. ഇങ്ങനെ കുറച്ച് പോപ്പുലറായിട്ടുള്ള ബിയർ ബ്രാൻഡ്സ് മൊണാസ്ട്രീസ് ഡയറക്റ്റ്ലി ബ്രൂ ചെയ്യുന്നുണ്ട്. ഈ സന്യാസിമാരെന്തിനാ ബിയർ ഉണ്ടാക്കിയിരുന്നേ? നമ്മൾ മനസ്സിലാക്കേണ്ട, അന്നത്തെ കാലത്ത് ഇതൊരു പാർട്ടി ഡ്രിങ്ക് അല്ല ഇന്നത്തെ പോലെ. അതൊരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നറിഷ്മെൻറ്റ് ഡ്രിങ്കാണ്. പല കാരണങ്ങളുണ്ട്. ചിലത് മിത്താണ്, പക്ഷെ ചിലതിൽ സത്യം ഉണ്ടാവാം. കാരണം അന്നത്തെ കാലത്ത് ഈ യൂറോപ്പിലൊക്കെ വാട്ടർ കണ്ടാമിനേഷൻ കൂടുതലായിരുന്നതുകൊണ്ട് കുടിവെള്ളം കുറച്ചേ ലഭിച്ചിരുന്നുള്ളൂ ഈ മൊണാസ്ട്രീസിൽ. ചിലപ്പോൾ കുടിവെള്ളത്തിന് പകരമായിട്ടായിരിക്കാം. കാരണം കൃഷിയൊക്കെ സ്വയം ചെയ്യുന്നത് കൊണ്ട് ധാരാളം ബാർലി, ഗ്രെയിൻസും ഹോപ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അത് വെച്ച് അവർ ബ്രൂവിങ് തുടങ്ങി കാണും. രണ്ടാമത്, ഈ നോമ്പ് സമയത്തൊക്കെ ഭക്ഷണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ബിയർ ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് അവിടെ വരുന്ന തീർത്ഥാടകർക്കും അതിഥികൾക്കും എല്ലാം അവർ ബിയർ നൽകുകയും പിന്നെ ക്രമേണ അതൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്തിരുന്നു. അത് വളർന്ന് ഇന്ന് കാണുന്ന രീതിയിലൊരു വലിയ ബിസിനസ്സായി മാറി. അപ്പോൾ ജർമ്മനിയിൽ മാത്രമാണോ ഈ മൊണാസ്ട്രീസിൻ്റെ പേരുള്ള ബിയേഴ്സ് കിട്ടുക? അല്ലല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ മൊണാസ്ട്രീസ് ബന്ധപ്പെട്ട് ബ്രൂവറീസ് ഉണ്ട്. പ്രത്യേകിച്ച് ബെൽജിയമിൻ്റെ ട്രാപ്പിസ് ബിയർ എന്ന് പറയുന്ന ട്രാപ്പിസ് മൊണാസ്ട്രിയുടെ ബിയർ വളരെ പോപ്പുലറാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ അടിക്കാനുള്ള സാധനം അല്ലല്ലേ ബിയർ? പിന്നെ അല്ല, ഇത് ചരിത്രമാണ്.